അയിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75ാമത് വാർഷിക റിപ്പോർട്ട്. പ്രകൃതിരമണീയമായ അയിരൂർ ഗ്രാമത്തിന് തിലകക്കുറിയായി ശോഭിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകി അയിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൈത്രയാത്ര തുടരുകയാണ്. 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന സ്കൂൾ അങ്കണത്തിന് പ്രൗഢി പകർന്നുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം, ദശാബ്ദങ്ങളോളം കുഞ്ഞു മനസ്സുകളിലേക്ക് വിദ്യാവെളിച്ചം പകർന്ന ഗുരുശ്രേഷ്ഠർക്ക് യാത്രയയപ്പ്, പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പിന്തുണയേകിക്കൊണ്ട് അധ്യാപക രക്ഷാകർതൃ ദിനം ഇവ സംയുക്തമായി 2024 ജാനുവരി 20 സമുചിതമായി ആഘോഷിച്ചു. എറണാകുളം അങ്കമാലി എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളെയും ഒരേ സ്നേഹച്ചരടിൽ കോർത്തിണക്കി ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ റവർ ഫാദർ തോമസ് നങ്ങേലിമാലി, പിതൃവാത്സല്യത്തിന്റെ കരുതലും സംരക്ഷണമായി പ്രിയ മാനേജർ റവർ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ, ഇവർക്കൊപ്പം അയിരൂർ സെന്റ് ആന്റണീസ് പള്ളി ഇടവക ജനങ്ങൾ, സ്കൂളിന്റെ മുൻ മാനേജർമാർ, പ്രഥമ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളവർ, റിട്ടയർഡ് അധ്യാപക അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവരുടെ തണലിൽ ഈ സരസ്വതി ക്ഷേത്രം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കും. നമ്മുടെ വിദ്യാലയത്തിന്റെ സമന്വിതിക്കായി പ്രിൻസിപ്പാൾ ശ്രീ സിജോ ടി ജെ, ഹെഡ് മാസ്റ്റർ ശ്രീ ജോജോ തോമസ്, ഇവർക്കൊപ്പം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 42 സ്റ്റാഫ് അംഗങ്ങളും അഹോരാത്രം പരിശ്രമിക്കുന്നു. തുടർച്ചയായ 9ാം വർഷവും SSLC പരീക്ഷയിൽ 100% വിജയം നേടി നമ്മുടെ വിദ്യാലയം അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. ഫുൾ A+ കരസ്ഥമാക്കിയ 34 വിദ്യാർത്ഥികൾക്കും 9A+ കരസ്ഥമാക്കിയ 15 വിദ്യാർത്ഥികൾക്കും ജൂൺ 1 പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ വെച്ച് അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. എറണാകുളം അങ്കമാലി എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ 13 ഹൈസ്കൂളുകൾ ഉള്ളതിൽ 30% ഫുൾ A+ നേടിയ 2 സ്കൂളുകളിൽ ഒന്ന് നമ്മുടേതാണ്. ഹയർ സെക്കൻഡറി സയൻസ് വിഭാഗത്തിൽ 100% വിജയവും കൊമേഴ്സ് വിഭാഗത്തിൽ 98.3% വിജയവും കരസ്ഥമാക്കി. സയൻസിൽ 20 ഫുൾ A+ഉം കൊമേഴ്സിൽ 3 ഫുൾ A+ഉം ലഭിച്ചു. അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച ഈ വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറിയുടെ 10ാം വാർഷികവും +1 പ്രവേശനോത്സവവും സംയുക്തമായി നടത്തപ്പെട്ട ജൂൺ 24 മെമന്റോകൾ നൽകി ആദരിക്കുകയുണ്ടായി. 2024 ജൂൺ 1 പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ നടത്തി. നവാഗതരായ കുട്ടികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ കളഭം ചാർത്തി പൂക്കൾ നൽകി സ്വീകരിച്ചു. വിദ്യാലയത്തിൽ ദിനാചരണങ്ങൾ സാമൂഹിക പങ്കാളിത്തത്തോടെ അധ്യാപകരുടെ കൂട്ടായ പരിശ്രമത്തിൽ നടന്നുവരുന്നു. 26/6/2024 ലോക ലഹരിവിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ചെങ്ങമനാട് SHO ശ്രീ ശ്രീകുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും മുദ്രാവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ആന്റണി MP സന്ദേശം നൽകി. തുടർന്ന് SHO ശ്രീ ശ്രീകുമാർ സാറിന്റെ നേതൃത്വത്തിൽ അയിരൂർ ജംഗ്ഷനിലേക്ക് ലഹരിവിരുദ്ധ റാലി നടത്തി. ഹെഡ് മാസ്റ്റർ ശ്രീ ജോജോ തോമസ്, ശ്രീ ജോസ് മാത്യു ദിനാചരണത്തിന് നേതൃത്വം കൊടുത്തു. ഇതിനോടനുബന്ധിച്ച് നടത്തിയ കുട്ടികളുടെ ഫ്ലാഷ് മോബും മോക്ക് പാർലമെന്റും എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു. ജൂലൈ 26 കാർഷിക സംസ്കാരവും നൂതന കൃഷിരീതികളും കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക ക്ലബിന്റെയും മൈക്രോഗ്രീൻ കൃഷിയുടെയും ഉദ്ഘാടനം നടത്തി. കുട്ടികൾക്ക് പ്രോട്ടീൻ സമ്പന്നമായ മൈക്രോഗ്രീൻസ് സാലഡിൽ ഉൾപ്പെടുത്തി ഉച്ചഭക്ഷണത്തിലൂടെ നൽകുകയാണ് മൈക്രോഗ്രീൻ കൃഷിയുടെ ലക്ഷ്യം. വാർഡ് മെമ്പർ ശ്രീമതി മിനി പോളിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കാർഷിക ക്ലബിന്റെ ഉദ്ഘാടനം പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ CM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കുന്നുകര കൃഷി ഓഫീസർ ശ്രീമതി സാബിറ ബേബി മൈക്രോഗ്രീൻ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 9 PTA ജനറൽ ബോഡി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ശ്രീ ഷാജു CM PTA പ്രസിഡന്റായും ശ്രീ ഷിബു മോൻ KA വൈസ് പ്രസിഡന്റായും ശ്രീമതി സുധാ വിജയൻ MPTയായും തിരഞ്ഞെടുക്കപ്പെട്ടു. 19 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു.
വിദ്യാർത്ഥി പ്രതിനിധികളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് കുമാരി ജോന വിൻസെന്റ്, മാസ്റ്റർ ആരുഷ് KS, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മാസ്റ്റർ ആൻഡോ മാർട്ടിൻ, കുമാരി വൈനവി മനോജ് എന്നിവരെയും തിരഞ്ഞെടുത്തു. 2024-25 നമ്മുടെ സ്കൂൾ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുവാനായി 23/8/2024 സ്കൂളിൽ വന്നു. ക്ഷീരോത്പാദന സഹകരണ സംഘം സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ വിജയികളായ കുമാരി ശ്രീനന്ദ മിഥുൻ, കുമാരി എലൈന ജോൺസൺ, കുമാരി അശ്വതി VU, മാസ്റ്റർ ഷോൺ ആന്റണി എന്നീ കുട്ടികൾ നിയമവ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. വർദ്ധിച്ചുവരുന്ന ഊർജ്ജോപയോഗം കണക്കിലെടുത്ത് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇരു വിദ്യാലയങ്ങൾക്കും വേണ്ടി സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കുട്ടികളിലെ ഏകാഗ്രതയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പരിശീലിപ്പിക്കുന്നതിനുമായി യോഗ ക്ലാസുകൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം നടത്തിവരുന്നു. ബാൻഡ് പരിശീലനം ആഴ്ചയിൽ ഒരു ദിവസം ശ്രീ ജോസ് മാത്യു, ശ്രീമതി ഷേർലി വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. കാർഷിക ക്ലബിന്റെയും മലയാള മനോരമ നല്ല പാഠം യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കൃഷി നേരിട്ട് അനുഭവിച്ചറിയാനും ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും അയിരൂർ ഒടിയപ്പാടത്ത് 25 സെന്റ് സ്ഥലത്ത് 50ഓളം കുട്ടികൾ ചേർന്ന് ഞാറുനട്ട് കൃഷി ആരംഭിച്ചു. വിളവെടുപ്പ് വരെ കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും കൃഷി സംരക്ഷണവും പരിപാലനവും. ഹെഡ്മാസ്റ്റർ ശ്രീ ജോജോ തോമസ്, PTA പ്രസിഡന്റ് ശ്രീ ഷാജു CM, നല്ലപാടം കോർഡിനേറ്റർ ശ്രീ ജോസ് മാത്യു, കർഷക ക്ലബ്ബ് കോർഡിനേറ്റർ ശ്രീമതി ചിഞ്ചു ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. അയിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻകാല അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുന്നതിനും ഒപ്പം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനുമായിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ച് ഹൃദയപൂർവ്വം 2024 പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവർ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ അധ്യക്ഷനായിരുന്ന ഈ യോഗത്തിൽ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണയുളങ്കര പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം MP ശ്രീ ഹൈബി ഈഡൻ മുഖ്യ അതിഥിയായിരുന്ന ഈ ചടങ്ങിൽ മുൻ പ്രധാന അധ്യാപകൻ ശ്രീ KK ജോർജ് സർ, കോർപ്പറേറ്റ് മാനേജർ റവർ ഫാദർ തോമസ് നങ്ങേലിമാലിൽ, മുൻ സ്കൂൾ മാനേജർമാർ, അവാർഡ് നേതാക്കളായ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റെപ്പ് അപ്പ് ഇന്റർനാഷണൽ ട്രസ്റ്റിലെ ശ്രീമതി സന്ധ്യ, ശ്രീമതി അനിത 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൗമാര വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് PTA അകമഴിഞ്ഞ സഹായ സഹകരണത്തോടെ വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകുവാൻ സാധിച്ചു. 2024-25 വർഷത്തെ USS സ്കോളർഷിപ്പിന് കുമാരി ഫേബാബിനു, കുമാരി ദിയ മനോജ് എന്നിവർ അർഹരായി. ദേശീയ തലത്തിൽ നടന്ന NMMS സ്കോളർഷിപ്പിന് കുമാരി നന്ദന S, മാസ്റ്റർ അഭിനവ് സുരേന്ദ്രൻ എന്നീ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അഭിമാന പുരസ്കാരം അറിയിക്കുന്നു. സ്റ്റാൻഡേർഡ് 9 കുമാരി നന്ദന S ഉപജില്ലയിൽ നടന്ന ടാലന്റ് സെർച്ച് പരീക്ഷയിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി നടത്തിയ ഉപജില്ലാ മത്സരത്തിൽ നാടൻപാട്ടിന് സഞ്ജയ് ദാസിനെ ഫസ്റ്റും കവിതാകൂട്ടത്തിന് നന്ദിത ഹരിദാസ് പിള്ള സെക്കൻഡ് പ്രൈസും കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപിക ശ്രീമതി ബിന്ധ്യ പ്രകാശിന് ദക്ഷിണ ഭാരതി ഹിന്ദി പ്രചാര സഭയിൽ നിന്നും ഹിന്ദി കഥാസാഹിത്യത്തിൽ PhD കിട്ടി. ഉപജില്ലാ യുവജനോത്സവത്തിലും സാമൂഹ്യശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയ മേളകളിലും വിദ്യാർത്ഥികൾ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാതല പ്രവൃത്തി പരിചയ മേളയിൽ ബഡ്ഡിംഗ് ലെയറിംഗ് ഇനത്തിൽ കുമാരി ജോസ്ന MJക്ക് A ഗ്രേഡും ഫുഡ് പ്രിസർവ് ഇനത്തിൽ മാസ്റ്റർ ഷിജിൽ MS-ന് B ഗ്രേഡും കരസ്ഥമാക്കി. ചന്ദനത്തിരി നിർമ്മാണത്തിൽ ആൻമേരി വർഗീസിന് B ഗ്രേഡും ലഭിച്ചു. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയ മേളകളിൽ വുഡ് കാർവിംഗ് ഇനത്തിൽ A ഗ്രേഡും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിനായ് ശങ്കർ കരസ്ഥമാക്കി.
സബ് ജില്ലാ സംസ്കൃത കലോത്സവത്തിൽ UP വിഭാഗത്തിൽ 50 പോയിന്റോടെ 4ാം സ്ഥാനം കരസ്ഥമാക്കി. ഗ്രൂപ്പിനത്തിൽ വന്ദേമാതരം ആലാപനത്തിന് 1ാം സ്ഥാനം ലഭിച്ച ജില്ലാതലത്തിലേക്ക് അർഹത നേടുകയും B ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. സംസ്കൃത കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം 69 പോയിന്റോടെ ഓവറോൾ 2ാം സ്ഥാനം നേടി. രചനാ മത്സരങ്ങളിൽ കഥ, ഉപന്യാസം എന്നിവയ്ക്ക് A ഗ്രേഡോടെ 1ാം സ്ഥാനം ലഭിച്ച കൃഷ്ണപ്രിയ സിനു, രശ്മി ഷഹിദൻ എന്നീ കുട്ടികൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് നേടി. പ്രശ്നോത്തരി മത്സരത്തിൽ അഭിനവ് സുരേന്ദ്രൻ B ഗ്രേഡും നേടി. പാഠകത്തിന് ദിയ മനോജ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള 54ാമത് കേരള ചലച്ചിത്ര അവാർഡ് പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ രഞ്ജിത്ത് അമ്പാടിക്ക് കിട്ടിയ വിവരം അഭിമാന പുരസ്കാരം അറിയിച്ചു. ശ്രീ രഞ്ജിത്ത് അമ്പാടിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. കുട്ടികളുടെ കായികവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കായികാധ്യാപകൻ ശ്രീ റോയ് പ്രകാശിന്റെ നേതൃത്വത്തിൽ ഒഴിവുകാല ഫുട്ബോൾ കോച്ചിങ്ങും ക്യാമ്പും നടത്തിവരുന്നു. ആർട്ട് വർക്ക്ഷോപ്പുകളും നടത്തുകയുണ്ടായി. സ്പോർട്സ് ദിനാഘോഷം സ്കൂളിലെ മാനേജർ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ഷാജു CM മാർച്ച് പാസ്റ്റ് സല്യൂട്ട് സ്വീകരിച്ചു. ഹെഡ്മാസ്റ്റർ ശ്രീ ജോജോ തോമസ് ആശംസകൾ അർപ്പിച്ചു. ഉപജില്ലാ കായിക മേളയിൽ 80 കുട്ടികൾ പങ്കെടുത്തു. കബഡി മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുമാരി അഞ്ജലി ഷിബു ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. അസോസിയേഷൻ സബ് ജൂനിയർ കബഡി മത്സരത്തിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് അഞ്ജലി ഷിബു സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തു. അങ്കമാലി ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ച ആദിദേവ് സുരേഷ്, അമൻ CP, അഷജ് സിജൻ എന്നിവരെ എറണാകുളം ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. യോഗ ടീം സീനിയർ വിഭാഗം ഉപജില്ലാ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാന തലത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സിൽ അഞ്ജലി ഷിബു, ഗ്രീറ്റിയ ബിജു എന്നിവർ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവദത്തൻ VT ഛത്തീസ്ഗഡിൽ നടന്ന മത്സരത്തിൽ സബ് ജൂനിയർ 65 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലം നേടി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. സ്കൂൾ കരാട്ടെ എറണാകുളം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കുമാരി ആഞ്ചലീന നിക്സന് 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. പുത്തൻപള്ളി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ഡെസിനിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഹയർ സെക്കൻഡറി വിഭാഗം ചുണക്കുട്ടികൾ കപ്പ് നേടി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. 3/12/2024 ബ്ലോക്ക് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അക്ഷരമുറ്റത്ത് പൂവും കായും സ്കൂൾ തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TV പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈന ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ CM വർഗീസ്, വാർഡ് മെമ്പർ മിനി പോളി, HM ശ്രീ ജോജോ തോമസ്, പ്രിൻസിപ്പാൾ ശ്രീ സിജോ TJ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 1992 ബാച്ചുകാർ വിദ്യാലയത്തിലേക്ക് കസേരകൾ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ 1995 ഇതളുകൾ വിദ്യാർത്ഥി കൂട്ടായ്മ കസേരകൾ നൽകി. ഈ 2 ബാച്ചുകാർക്കും സ്ഥാപനത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. കറുകുറ്റി ലിനേഴ്സ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കിച്ചണിലേക്ക് ആവശ്യമായ ഫ്രിഡ്ജും സാധന സാമഗ്രികളും തന്നു. അവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ സംഘടനകൾ വളരെ കാര്യക്ഷമവും സജീവവുമായി പ്രവർത്തിച്ചു വരുന്നു. ഡിസംബർ മാസത്തിലാണ് നമ്മുടെ സ്കൂളിൽ SPC യൂണിറ്റ് ലഭിച്ചത്. നിലവിൽ 44 ജൂനിയർ കേഡറ്റുകളും 43 സീനിയർ കേഡറ്റുകളും ഈ ക്ലബിന്റെ അംഗങ്ങളാണ്.
2024-25 അധ്യയന വർഷത്തിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് 2025 ജനുവരി 6 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഫ്ലാഷ് മോബുകൾ, സന്ദർശന പരിപാടികൾ, അവയർനെസ് ക്ലാസുകൾ, ഓണം ക്രിസ്തുമസ് ക്യാമ്പുകൾ എന്നിങ്ങനെ വിവിധ പരിപാടികളുമായി SPC അതിൽ ജൈത്യയാത്ര തുടരുന്നു. അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തന സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി. കുട്ടികളുടെ വിഭാഗം ജൂനിയർ റെഡ് ക്രോസ് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. സേവനവും മനുഷ്യത്വവും മുദ്രാവാക്യങ്ങളായി സ്നേഹത്തിലൂടെ നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് JRC. നമ്മുടെ വിദ്യാലയത്തിൽ 16 വർഷങ്ങളായി JRC പ്രവർത്തിക്കുന്നു. ഈ വർഷം 8, 9, 10 ക്ലാസ്സുകളിലായി 74 കേഡറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ, രോഗി സന്ദർശനം, വിവിധ സഹായ വിതരണം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ ഏർപ്പെടുന്നു. വിദ്യാർത്ഥികളിൽ അർപ്പണബോധവും സേവന തൽപരതയും വളർത്താൻ ഈ സംഘടന സഹായിക്കുന്നു. ബി പ്രിപ്പയർഡ്. ഏതൊരു സൽപ്രവർത്തിക്കും തയ്യാർ എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനകൾ ഇന്നും ഞങ്ങളുടെ സ്കൂളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. 8 ഗൈഡ്സും 3 സ്കൗട്ട്സും രാജ്യപുരസ്കാർ അവാർഡിന് അർഹത നേടിയിട്ടുണ്ട്. ഈ വർഷം ബേസിക് കോഴ്സ് കഴിഞ്ഞ സിസ്റ്റർ പ്രിൻസി തോമസും ശ്രീമതി ഷിൻസി വർഗീസും ഗൈഡ് ക്യാപ്റ്റന്മാരായി ചാർജ് എടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ റോവർ സ്കൗട്ട് ലീഡർ പ്രിൻസിപ്പാൾ ശ്രീ സിജോ സാറിന്റെ നേതൃത്വത്തിൽ 24 റോവർമാരും ഗൈഡ് ക്യാപ്റ്റൻ സ്നേഹ ടീച്ചറിന്റെ നേതൃത്വത്തിൽ 32 ഗൈഡുകളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിൽ കുട്ടികളെ മികവുറ്റവരാക്കാൻ വേണ്ടി സ്കൂൾ തലത്തിൽ നടത്തിവരുന്ന IT ക്ലബ്ബാണ് ലിറ്റിൽ കൈറ്റ്സ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ലിറ്റിൽ കൈറ്റ്സ് ക്ലാസുകൾ കൃത്യമായി നടത്തപ്പെടുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ 3 ബാച്ചുകളിലായി 99 വിദ്യാർത്ഥികളാണ് ഈ ക്ലബിലുള്ളത്. ഈ ക്ലാസുകളിലൂടെ ഹൈടെക് സജ്ജീകരണം, റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ്, മലയാളം ടൈപ്പിംഗ്, ആനിമേഷൻ എന്നിവയോടൊപ്പം നൂതന സോഫ്റ്റ്വെയറുകളും പരിചയപ്പെടുത്തുന്നു. ഈ വർഷം നടന്ന സ്കൂൾ തല ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 8 വിദ്യാർത്ഥികൾ സബ് ജില്ലാതല ക്യാമ്പിൽ പങ്കെടുത്തു. അങ്കമാലി സബ് ജില്ലാതല IT ക്വിസ് മത്സരം HS വിഭാഗം കുമാരി നന്ദിത ഹരിദാസൻ പിള്ള 1ാം സ്ഥാനവും മലയാളം ടൈപ്പിംഗ് കുമാരി നന്ദന S 3ാം സ്ഥാനവും നേടി. സ്കൂളിലെ എല്ലാ IT പ്രവർത്തനങ്ങളിലും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ സജീവ പങ്കാളികളാണ്. മനസ്സ് നന്നാവട്ടെ, നോട്ട് മീ ബട്ട് യു എന്നതാണ് NSSന്റെ ആപ്തവാക്യം. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അച്ചടക്കത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ NSS നമ്മുടെ വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. സാമൂഹിക സേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപോലെ പരിശീലിക്കുവാൻ NSS ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. 30 വർഷക്കാലം കുഞ്ഞുമക്കൾക്ക് അമ്മയായി, സഹപ്രവർത്തകർക്ക് മാതൃകയായി, ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കുഞ്ഞു മനസ്സുകളിൽ ഇടം പിടിക്കുകയും വിദ്യാർത്ഥികളെ ഉന്നതിയിലേക്ക് കൈപിടിച്ച് നടത്തുകയും അതോടൊപ്പം കലാപ്രവൃത്തി പരിചയ മേളകളിൽ തൻ്റെ വൈദഗ്ധ്യം കുട്ടികൾക്ക് പകർന്നു നൽകി മേളകളിൽ അവർക്ക് ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കാൻ സഹായിച്ചു കൊണ്ടിരിക്കുകയും 18 വർഷക്കാലം സ്കൗട്ട് മാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയും കുട്ടികളെ അർപ്പണ മനോഭാവത്തോടെ ഉന്നതിയിലേക്ക് എത്തിച്ച ഗ്രീറ്റ ടീച്ചർ 35 വർഷത്തോളം തൻ്റെ വ്യക്തിമുദ്ര എല്ലാ മേഖലകളിലും പ്രകടിപ്പിക്കുകയും ഈ വിദ്യാലയത്തിന്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിക്ക് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും ഓഫീസിലെ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ കൃത്യനിഷ്ഠയോടെയും സേവന അർപ്പണ മനോഭാവത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബൈജു ചേട്ടൻ, ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഈ അവസരത്തിൽ സ്ഥാപനത്തിന്റെ പേരിൽ 2 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. സമാധാനപൂർണമായ ഐശ്വര്യവും സന്തോഷം നിറഞ്ഞ ഭാവി ജീവിതവും ആശംസിക്കുന്നു. കാലമത്രയും ഈ വിദ്യാലയത്തിന്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിക്ക് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകി വരുന്ന മാനേജ്മെന്റിനോടും രക്ഷിതാക്കളോടും പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, നല്ലവരായ നാട്ടുകാർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് നിങ്ങളെവരുടെയും അനുവാദത്തോടെ അംഗീകാരത്തിനായി പൊതുജന സമക്ഷം സമർപ്പിക്കും.